രാജ്യത്ത് സുതാര്യമായ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കേന്ദ്ര നീക്കമെന്ന കോൺഗ്രസിന്റെ ആരോപണം ഇന്നത്തെ വാർത്താദിനത്തിൽ ഉയർന്നു കേട്ടു. പാർട്ടിയുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച് സാമ്പത്തികമായി തകർത്തു എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ആരോപണം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോലും പണമില്ലാത്ത അവസ്ഥയായെന്ന് സോണിയാഗാന്ധി പറഞ്ഞു. കേന്ദ്ര സർക്കാർ രാജ്യത്തെ ജനാധിപത്യത്തെ മരവിപ്പിച്ചെന്ന് രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു. Systematic effort is underway by the Prime Minister to cripple the Indian National Congress financially is unprecedented and undemocratic. So what sort of a democracy is this? This is a criminal action on the Congress party, and it's a criminal action done by the Prime Minister and the Home Minister. It's very clear. कोई पॉलिटिकल पार्टी इनकम टैक्स के दायरे में नहीं आते, राजनीतिक दल नहीं आते, बीजेपी ने कभी नहीं दिया अकाउंट. നിതിൻ അംബുജൻ ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, ആദായ നികുതി വകുപ്പിന് ഉപയോഗിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾക്കെതിരെ കോൺഗ്രസിന്റെ വിമർശനം നമ്മൾ നേരത്തെ കേട്ടതാണ്. സുതാര്യമായ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ഇടപെടലായി ഇത് മാറുന്നു എന്നുള്ള വിമർശനം അത്തരത്തിൽ ഉയരുമ്പോൾ അത് പ്രധാനപ്പെട്ടതാണല്ലോ, ഗൗരവതരമാണല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ നിതിൻ? ഉന്മേഷ്, വളരെ ഗൗരവകരമായ ഒരു ആരോപണം തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ ഗൗരവകരമായ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി, അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖർഗെ കൂടാതെ സോണിയാഗാന്ധിയും വർഷങ്ങൾക്ക് ശേഷം വാർത്താ സമ്മേളനം വിളിച്ചത്. ഈ വാർത്താ സമ്മേളനത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് കടന്നുപോകുന്നത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ്. അതിന്റെ ഒരു ആശങ്ക തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. സ്വന്തം സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും പണം നൽകാൻ കഴിയാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ കോൺഗ്രസ് കടന്നുപോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഏത് നിലയിൽ മുന്നോട്ട് പോകണമെന്നുള്ളത് രാഷ്ട്രീയമായി തന്നെ നേരിടും. എന്തായാലും നിയമപരമായി മുന്നോട്ട് പോകുമ്പോൾ ചില തിരിച്ചടികൾ കോൺഗ്രസ് നേരിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു നീക്കത്തെ രാഷ്ട്രീയപരമായി ഇപ്പോൾ നേരിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണം മരവിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അക്കൗണ്ടുകളിൽ നിന്ന് ഫലമായി പണം തട്ടിയെടുക്കുന്നു എന്നാണ് ഇപ്പോൾ സോണിയാഗാന്ധി ഈ വിഷയത്തിൽ ഇന്ന് വാർത്താസമ്മേളനം നടത്തി വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഭാഗത്തും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തും ഒരു ക്രിമിനൽ നടപടി കോൺഗ്രസ് എതിരെ സ്വീകരിക്കുന്നു. ഇത് ആദായ നികുതി വകുപ്പിനെ മുന്നിൽ വെച്ചുകൊണ്ട് കോൺഗ്രസിനെ സാമ്പത്തികമായി തകർക്കാനുള്ള ശ്രമമാണ് നടന്നു വരുന്നത്. കാലങ്ങൾക്ക് മുൻപുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുള്ള നോട്ടീസ് എല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഏത് നിലയിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഏതാണ്ട് സീതാറാം കേസിലടക്കം അധ്യക്ഷനായ ഘട്ടത്തിലുണ്ടായിരുന്ന സമയത്ത് സാമ്പത്തിക ഇടപാട് സംബന്ധിച്ചൊരു വിശദാംശങ്ങൾ നൽകണം എന്നുള്ള ആവശ്യപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും പൊതുജനങ്ങളടക്കം പിരിച്ചെടുത്ത പണം അതെല്ലാം തന്നെ മരവിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതമാണ് കോൺഗ്രസ് ഉണ്ടായിരുന്നത്. എന്തായാലും രാഷ്ട്രീയമായി തന്നെ ഈ വിഷയത്തെ നേരിടാൻ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. നിതിൻ അംബുജനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.